പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം എ ജോൺ അവർകൾ ചില നാളുകൾക്ക് ശേഷം ദേശത്ത് കടന്നു വരുവാൻ ദൈവമിടയാക്കി. നമ്മുടെ സഭയിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ്റെ മകൻ ജോജി ജോൺ നമ്മുടെ മധ്യയിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ദൈവം അയച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ ദാസൻ്റെ വചന ശുശ്രൂഷ എന്നും നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിൽ അത് പതിഞ്ഞ വചനമായിട്ട് പലപ്പോഴും തീരാറുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്ന് നടക്കുന്ന തിരുമേശ ശുശ്രൂഷകളിലും അതിൽ കർത്താവിൻ്റെ ദാസൻ അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കും. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കർത്തൃപാദപീഠത്തിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയ കർത്തൃദാസന്മാർ പാസ്റ്റർ ടി എം കോശി അവറുകൾ, പാസ്റ്റർ ജോബിൻ ജോസഫ്, മറ്റെല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ 2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യം. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. കാലങ്ങൾ ദൈവം നിശ്ചയിച്ചു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അതേ മതി. നേരത്തെ വായിച്ച വാക്യത്തിൽ ദൈവം കാലങ്ങൾ നിയമിച്ചു എന്ന് കണ്ടു. ഈ വാക്യത്തിൽ കാലങ്ങൾ നിയമിച്ച ദൈവം ആ കാലങ്ങളെ മാറ്റുന്നു. എന്തിനു മാറ്റണം? ആർക്ക് വേണ്ടി മാറ്റണം? അതാണ് ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നിയമം കൊടുത്ത ദൈവം, കാലം കൊടുത്ത ദൈവം, ചട്ടം കൊടുത്ത ദൈവം, ആ ദൈവം തന്നെ നിയമം മാറ്റുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? 7 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിയമം മാറ്റുന്നു. അല്ലെങ്കിൽ 7 കൂട്ടം വ്യക്തികൾക്ക് വേണ്ടി ദൈവം നിയമം മാറ്റുന്നു. 7 ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. 12 ആകുമ്പോൾ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ചിന്തിക്കാവുന്നിടത്തോളം നമുക്ക് ചിന്തിക്കാം. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നിയമം തന്ന ദൈവം നിയമം മാറ്റുന്നത്? 1, വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം ഏത് നിയമവും മാറ്റും. ദൈവം ഒരു വാഗ്ദത്തം തന്നെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഏത് നിയമത്തെയും ദൈവം മാറ്റിയിരിക്കും. തെളിവ്, ദാവീദും കൂട്ടരും മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന കാലഘട്ടം, പട്ടിണി. ആ സമയത്ത് ദാവീദ് നോബിലെ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്നു. ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തരണം. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ച് വിശദീകരിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്നു. അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിനോട്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇത് ദാവീദ് കള്ളമാണ് പറഞ്ഞത്. ശൗൽ ഒരു കാര്യവും ദാവീദിനെ ഏൽപ്പിച്ചൊന്നുമില്ല. നിൽക്കാൻ വേണ്ടി ദാവീദ് അഹീമേലെക്കിനോട്
ഒരു ഒഴിവ് കഴിവ് പറഞ്ഞെന്നേ ഉള്ളൂ. ശൗലിനെ പേടിച്ച ശൗൽ അറിയാതെ ഓടി നടക്കുക. പക്ഷെ അത് പറയാനൊക്കത്തില്ല. അപ്പൊ രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു, അങ്ങനെ ഈ വന്നതാ. ഞാൻ താഴോട്ട് വായിക്കാം. എന്റെ ബാലിക്കർ ഇന്ന സ്ഥലത്ത് വരയണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഒരു 5 അപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ള എന്തെങ്കിലും എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാലിക്കർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് ഉത്തരം പറഞ്ഞു. ദാവീദ് പുരോഹിതനോട്, ഈ 3 ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഇതൊരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രാ കോപ്പുകൾ ശുദ്ധമായിരുന്നു. ഇന്നോ അവരുടെ കോപ്പുകൾ എത്ര അധികം ശുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ലേവി ഗോത്രക്കാർക്ക് മാത്രമല്ല, പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അവകാശപ്പെട്ട കാഴ്ചയപ്പം. ശബത്ത് തോറും മാറ്റുന്ന 12 അപ്പം, ചൂടുള്ള 12 അപ്പം കാഴ്ചയപ്പത്തിന്റെ മേശയിൽ വയ്ക്കും. ആ മാറ്റുന്ന കാഴ്ചയപ്പം ലേവി ഗോത്രക്കാരൻ മാത്രമേ കഴിക്കാവൂ. അപ്പോൾ തന്നെ പുരോഹിതൻ മാത്രമേ കഴിക്കാവൂ. അലംഘനീയമായ നിയമം നിൽക്കുമ്പോൾ ലേവി ഗോത്രക്കാരൻ അല്ലാത്ത യഹൂദ ഗോത്രക്കാരനായ ദാവീദിനെടുത്തു കൊടുക്കുന്നു. ഇത് രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യമല്ല. മറ്റ് പുരോഹിതന്മാരും കാണുകയാണ് അഹീമേലെക്ക് ഇത് ചെയ്യുന്നത്. ഒരൊറ്റ പുരോഹിതനും അഹീമേലെക്കിനെ ചോദ്യം ചെയ്തില്ല. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ആരും ചോദിച്ചില്ല. എല്ലാവരും മൗനം ദീക്ഷിപ്പിച്ചു. അല്ലെങ്കിൽ ദൈവം എല്ലാവരുടെയും വായടപ്പിച്ചു. ഇവിടെ ഈ നിയമത്തിന്റെ ആ കാഠിന്യം വ്യക്തമാകുന്നില്ല. ഇതേ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എടുത്തുദ്ധരിക്കുന്നത് ഇതാണ്. ഇവിടത്തെ നിയമത്തിന്റെ ഘനം നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇവിടെയാണ് നിയമത്തിന്റെ ഘനം നമ്മൾ കാണുന്നത്. പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ പാടില്ലാത്തതായ കാഴ്ചയപ്പം പുരോഹിതനല്ലാത്ത ദാവീദിന് കൊടുത്തു. നിയമം മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? ഒരു വാഗ്ദത്തം നിറവേറ്റാൻ. ഏതാണ് ആ വാഗ്ദത്തം? ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവൻ വലിയവനാകും. യേശുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. അവൻ വലിയവനാകും, അച്യുതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇത് നടക്കണമെങ്കിൽ ദാവീദിന്റെ ജീവനെ പിടിച്ചു നിർത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദാവീദ് മരുഭൂമിയിൽ പട്ടിണി കിടന്ന് പൊലിഞ്ഞു പോകേണ്ടവനല്ല. ഇവന്റെ സിംഹാസനത്തിൽ വേണം വാഴ്ത്തപ്പെട്ട കർത്താവിരുന്ന് 1000 ആണ്ടി ഭൂമിയെ വാഴേണ്ടതെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം കൊടുത്ത നിയമത്തെ ദൈവം മാറ്റിയെങ്കിൽ, ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം, നിന്റെ തലമുറയ്ക്ക് തന്ന വാഗ്ദത്തം നിറവേറ്റുവാൻ ഏത് നിയമവും ദൈവം മാറ്റിയിരിക്കും. നിയമം തന്ന ദൈവത്തിന് നിയമത്തെ മാറ്റുവാനായിട്ട് കഴിയും. അപ്പോൾ എന്തുകൊണ്ട് നിയമം തന്ന ദൈവം നിയമം മാറ്റി? ആർക്കു വേണ്ടി? ഒന്ന്, വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം നിയമം മാറ്റും. ഇനി 2, ആർക്കു വേണ്ടി ദൈവം നിയമം മാറ്റും? നേരത്തെ കർത്താവിന്റെ സംഗീതത്തിന്റെ ശുശ്രൂഷയിൽ വായിച്ച വേദഭാഗമാണ്. ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്ന് തെളിയിക്കുവാൻ ദൈവം ഏത് നിയമവും മാറ്റിയിരിക്കും.
ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്ന് തെളിയിക്കാൻ, നീ ആരാണെന്ന് വെളിപ്പെടുത്താൻ, മറ്റുള്ളവരുടെ മുമ്പാകെ നീ ആരാണ്, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിച്ച് കാണിക്കാൻ ഏത് നിയമവും ദൈവം മാറ്റും. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യം 8-ാം വാക്യം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യം 8-ാം വാക്യം. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവന് മതി. ഇനി 8-ാം വാക്യം. പിറ്റന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്ത് ബദാം ഫലം കായ്ച്ചു. ഇത് നിയമത്തിന് വിഭിന്നമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു വടി വൃക്ഷമാകണമെങ്കിൽ മണ്ണ് വേണം, ഒരു വടി വൃക്ഷമാകണമെങ്കിൽ വെള്ളം വേണം, ഒരു വടി വൃക്ഷമാകണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ഇത് മൂന്നുമില്ലാതെ ഒരു വിത്തോ ഒരു വടിയോ വൃക്ഷമാകത്തില്ല. ഇയ്യോബിന്റെ പുസ്തകം നേരത്തെ നമ്മൾ വായിച്ച കേട്ട വാക്യം 14-ാം അധ്യായം, അവിടെ ഈ 3 കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. മണ്ണ് കാണുന്നുണ്ട്, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഒരു തൈ വെളിയിലാണ് നിൽക്കുന്നത്, സൂര്യപ്രകാശമുണ്ട്. അതുകൊണ്ട് ഈ കുറ്റി അതൊരു വൃക്ഷമായി വളരും. പക്ഷേ അഹരോന്റെ പേരെഴുതിയ ലേവി ഗോത്രത്തിന്റെ വടി മണ്ണുമായി ബന്ധമില്ല, വെള്ളവുമായി ബന്ധമില്ല, ആലയത്തിനകത്തായതുകൊണ്ട് സൂര്യപ്രകാശവുമില്ല. 12 മണിക്കൂർ കൊണ്ട് ആ വടിയെ ദൈവം ഒരു വൃക്ഷമാക്കി മാറ്റിക്കൊടുത്തെങ്കിൽ, വളരാൻ സാഹചര്യമില്ലാത്ത സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും ഇത്രത്തോളം വളർത്തിയെങ്കിൽ, ഇനിയും വളർത്തുവാൻ, എന്നെ സഹായിപ്പാൻ, എനിക്ക് ഒത്താശ ചെയ്യാൻ ഒരല്പം മണ്ണ് ഞാൻ കാണുന്നില്ല, വെള്ളം കാണുന്നില്ല, സൂര്യപ്രകാശം കാണുന്നില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, വടിയെ വൃക്ഷമാക്കാൻ ഇതൊന്നുമില്ലെങ്കിലും നിന്നെ വളർത്താൻ, നിന്റെ തലമുറയെ വളർത്താൻ ദൈവത്തിന് കഴിയും. നിയമം മാറ്റും. ഒരനുകൂല സാഹചര്യം ഇല്ലെങ്കിലും ദൈവം വളർത്തിയിരിക്കും, നിയമം മാറ്റും. എന്തിനു വേണ്ടി? ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്ന് തെളിയിക്കാനാണ്. ഒരു മത്സരം നടന്നു ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ. അതിൽ കോരഹുണ്ട്, ദാദാൻ, അബീരാം, ഓൻ. അവർ 3 പേരും റൂബേൻ ഗോത്രത്തിൽപ്പെട്ടവരാണ്. കോരഹ് മാത്രം ലേവി ഗോത്രത്തിൽപ്പെട്ടവനെന്ന് മാത്രമല്ല, കഹാത്യനും കൂടിയാണ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്. അപ്പൊ കോരഹ് കെഹാത്തിന്റെ കൊച്ചുമാനാണ്. നീ അടുത്തത്. രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീറാം, പെലേത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ. ഈ 4 പേര് മത്സരിക്കുമ്പോൾ ഈ മത്സരത്തിന് കൊടുത്ത പേര് കോരഹിന്റെ മത്സരമെന്നാണ്. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനാണ് വായിക്കുന്നത്. യൂദായുടെ ലേഖനം. അവർക്കയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അവർ കൈന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വാഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ കോരഹ് മാത്രമല്ല മത്സരിച്ചത്, രൂബേൻ ഗോത്രത്തിൽപ്പെട്ട വേറെ 3 പേരുണ്ട്. അവരെ മാറ്റി നിർത്തി കോരഹിനെ മാത്രം എടുത്തു പറയാൻ കാരണം, ഈ കോരഹിന് ശുശ്രൂഷയുണ്ട്. സാമാന്യ ശുശ്രൂഷയല്ല,
വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കേണ്ട ശുശ്രൂഷയാണ് ഈ കെഹാത്തിന് കൊടുത്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ. അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പുറപ്പെട്ട് ഇവർ എത്തുമ്പോഴേക്ക് തിരുനിവാസം നിവർത്തി കഴിയും. പിന്നെ എഫ്രൈം മക്കളുടെ അപ്പോൾ കെഹാത്യർ വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട്. അപ്പൊ കെഹാത്യന്റെ ശുശ്രൂഷ വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുക എന്നാണ്. ഈ മോശയുടെ ഈ മരുഭൂമി യാത്രയിൽ ഒരു പ്രത്യേക വഴിപാട് ഇസ്രായേൽ മൂപ്പന്മാർ മോശയുടെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു വഴിപാട് കൊണ്ടുവന്നിട്ടില്ല. വഴിപാട് ഇതാണ്: കൂടുള്ള 6 വണ്ടിയും 12 കാളയും. ഒരു വണ്ടിക്ക് 2 കാളയെ വെച്ചാൽ കിട്ടുന്നത്. നമ്മുടെ കാളവണ്ടി ഭാവനെ കൊണ്ടുവന്നാൽ മതി. ആ വേദഭാഗം വായിക്കും. കൂടുള്ള എന്ന് പറഞ്ഞാൽ കെട്ടി ഉറപ്പാക്കിയതായ അടമാനമുള്ളതായ 6 വണ്ടിയും 12 കാളയും. അപ്പം മോശയ്ക്ക് സംശയമായി, ഇത് വാങ്ങിക്കണോ? ഇതാ ഇങ്ങനൊരു വഴിപാട് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഈ വഴിപാട് വാങ്ങിക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് ലേവിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. ലേവിക്ക് 3 മക്കളാണ് ഉള്ളത്. ഒന്ന് ഗശോൻ, രണ്ടാമൻ കെഹാത്ത്, മൂന്നാമൻ മെരാരി. ഈ 6 വണ്ടിയും 12 കാളയും കിട്ടിയപ്പോൾ അവർ ചെയ്തത് 2 വണ്ടിയും 4 കാളയും ഗശോനിക്ക് കൊടുത്തു. പിന്നുള്ള 4 വണ്ടിയും 8 കാളയും മെരാരിക്കും കൊടുത്തു. അപ്പം കിട്ടിയത് മുഴുവൻ 2 മക്കൾക്ക് അവക്കം കൊടുത്തു. കെഹാത്യന് ഒന്നും കൊടുത്തില്ല. ആ വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ 1 തൊട്ട് 9 വരെ അങ്ങ് വായിച്ചേക്കാം. മോശ തിരുനിവാസം നിവർത്തു കഴിഞ്ഞിട്ട് അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിന്റെ സകല പാത്രങ്ങളെ അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽ വിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും, ഓരോരുത്തൻ ഓരോ കാളയും, ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ. ഈ കൂടുള്ള 6 വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടമാനമുള്ള കെട്ടുറപ്പുള്ള വണ്ടിയുടെ കാര്യമാണ്. തിരുനിവാസത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട് അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ, അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണമെന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയും അവൻ ഗേർഷോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയും അവർ മെരാര്യർക്ക് പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈക്കീഴ് അവർക്ക് വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവന്റെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായി. അതുകൊണ്ട് കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല. ലേവിയുടെ 3 മക്കൾ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആ 3 മക്കളുടെ കാര്യം എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗേർഷോൻ, കെഹാത്ത്, മെരാരി. മതി. അപ്പോൾ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് 2 വണ്ടി 4 കാള ഗശോനിക്ക് കൊടുത്തു? എന്തുകൊണ്ട് 4 വണ്ടി 8 കാള മെരാരിക്ക് കൊടുത്തു? എന്തുകൊണ്ട് കെഹാത്യന് ഒന്നും കൊടുത്തില്ല? ആ വായിച്ച വേദഭാഗത്ത് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം എന്നൊരു വാക്കുണ്ട്. ഓരോരുത്തരുടെയും ഭാരം അറിഞ്ഞാണ് നീക്കുപോക്ക് ദൈവം കൊടുക്കുന്നത്. ഭാരം കുറവുള്ളവർക്ക് 2 വണ്ടിയും 4 കാളയും മതി. നമ്മളെ കാണാൻ പോകുക. ഭാരം കൂടുതൽ ചുമക്കുന്നവർക്ക് 4 വണ്ടിയും 8 കാളയും കൊടുക്കണം. അവന് 2 വണ്ടിയും 4 കാളയും കൊടുത്താൽ അവന്റെ ഭാരം കുറയത്തില്ല.
എന്തുകൊണ്ട് ഗശോന്യർക്ക് 2 വണ്ടി 4 കാള? 3-ാം അധ്യായം ഗശോന്യരുടെ ചുമടെന്താണ്? 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ. സമാഗമന കൂടാരത്തിൽ ഗർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിന്റെ പുറംമൂടിയും സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശ്ശീലയും തിരുനിവാസത്തിന് യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ മറശ്ശീലയും പ്രാകാരവാതിലിന്റെ മറശ്ശീലയും. അപ്പോൾ ഗശോന്യര് ചുമക്കേണ്ടത് തിരശീല, മരശീല, കാള. ഭാരക്കുറവാണ്. അത് മെരാരിയുടെ ഭാരം കൂടെ കാണുമ്പോഴാണ് ഇത് ഭാരക്കുറവാണെന്ന് വ്യക്തമാകുന്നത്. അതേ അധ്യായം 36-37 വാക്യങ്ങൾ. 36-37. മെരാരിയർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിന്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വേലയും, പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ്. കണ്ടോ, ഇവിടെ പലക എന്ന് പറഞ്ഞാൽ 48 പലകകളാണ് അന്താൽ മന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നത്. സമാഗമന കൂടാരത്തിന്റെ ചുറ്റും നാട്ടിയിരിക്കുന്ന 60 കുറ്റികളുണ്ട്. അത് ഭാരക്കൂടുതലാണ്. ഭാരക്കൂടുതലുള്ളവർക്ക് 4 വണ്ടിയും 8 കാളയും കൊടുത്തു. ഭാരക്കുറവുള്ളവർക്ക് 2 വണ്ടിയും 4 കാളയും കൊടുത്തു. നമ്മുടെ ഭാരം അറിഞ്ഞ കർത്താവ് സഹായിക്കുന്നവനാണ്. ഭാരം കൂടുമ്പോൾ അതിനു വേണ്ടിയുള്ള നീക്കുപോക്ക്, വഴികൾ ദൈവം അപ്പുറത്തൊരുക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത ഭാരം എനിക്ക് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷെ കെഹാത്യന് വണ്ടിയുമില്ല, കാളയുമില്ല. കാരണം അവന്റെ ഉപകരണം വണ്ടിയിൽ കൊണ്ടുപോകാനുള്ളതല്ല. അതേ അധ്യായം 31-ാം വാക്യം 30-31. കെഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസിയേലിന്റെ മകൻ എലീസാഫാൻ പ്രഭു ആയിരിക്കണം. അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ. അപ്പോൾ കെഹാത്യത ചുമക്കേണ്ടത് പെട്ടകവും മറ്റുമാണ്. അത് തോളിൽ വേണം എടുക്കുവാൻ. ഇതറിയാവുന്ന ദാവീദാണ് ഈ പെട്ടകമെടുത്ത് കാളവണ്ടിയെ കയറ്റിയത്. കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ 41 സ്ഥലത്താണ് ഇവർ പാളയം അടിച്ച് കടന്നത്. മേഘം പൊങ്ങുമ്പോൾ കൂടാരത്തിൻ്റെ കുറ്റിയൊക്കെ അടിക്കും. ഗശോന്യർ ഇങ്ങോട്ട് വന്ന് ഈ തിരശീല, മതശീല, കാവ് അത് അവന് കിട്ടിയ 2 കാളവണ്ടിയേൽ ഇതെല്ലാം കൂടെ കയറ്റും. മെരാരി ഇങ്ങോട്ട് വന്ന് 48 പലകയും കുറ്റിയും അന്താഴവും ഇതെല്ലാം കൂടി അവന് കിട്ടിയ 4 കാളവണ്ടിയിൽ അവനും കയറ്റി. അവൻ കൈയും വീശി നടക്കുകയാണ്. എന്നാൽ ഇങ്ങേപ്പുറത്ത് അവരുടെ സഹോദരൻ കെഹാത്ത്, അവൻ്റെ ചുമട് അവൻ്റെ തോളിലാണ്. 1-2 ദിവസമോ 1-2 വർഷവുമല്ല, 40 വർഷം അവൻ്റെ തോളിൽ ചുമടുണ്ട്. ചോദ്യം ഉയരാം, എന്തുകൊണ്ട് ഞാൻ ഈ ചുമട് ചുമക്കണം? അവക്കുള്ളതുപോലെ 1-2 വണ്ടി ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അവര് നടന്നതുപോലെ ഞങ്ങൾക്ക് നടക്കാമായിരുന്നു. ചോദ്യമുണ്ട്. ദൈവം ഇതിലെ പല ചുമടും നിന്റെ തോളിൽ നിന്ന് മാറാതെ സ്ഥിരമായി ഇരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ 40 വർഷം ചുമട് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടത്തില്ല. യാത്ര അവസാനിച്ച് യോർദാന്റെ അടുക്കൽ എത്തിയപ്പോൾ യോശുവ വിളിച്ചത് കെഹാത്യനെയാണ്. ഗശോന്യരെ വിളിച്ചില്ല, മെരാരിയെ വിളിച്ചില്ല. അവിടെ അവരെ കൊണ്ടുവന്ന ഉപകരണം ലഘൂകരിച്ച് കാണിക്കുകയല്ല, ഒരു ആത്മീയ സത്യം തെളിയിക്കാൻ വേണ്ടി പറയുക. കാളവടിയെ കൊണ്ടുവന്നതാ യാഗപീഠവും പിച്ചളത്തൊട്ടിയും അതെല്ലാം പ്രാധാന്യതയുള്ളതാണ്.
പക്ഷെ യോദാന്റെ അടുക്കലെത്തിയപ്പോൾ ഗശോന്യരെ വിളിച്ചില്ല, മെരാരിയെ വിളിച്ചില്ല. കഴിഞ്ഞ 40 വർഷം പെട്ടകം തോളിൽ ചുമന്നുകൊണ്ടുവന്ന കഹാത്യനെ വിളിച്ചു കൊണ്ടുവന്നു. അവൻ വന്നാല് ഈ പ്രശ്നം വഴി പിളകത്തുള്ളൂ. എന്തുകൊണ്ട് ഭാരം ചുമക്കുന്നു? എനിക്ക് മാത്രമേ ചുമട്. സ്വന്തം ഭവനത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത ഈ ചുമട് എനിക്കെന്തിനെന്ന് ഇന്ന് ചോദ്യമുണ്ട്. ഇതിന്റെ ഉത്തരം വർഷങ്ങൾ ചിലത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നെ വിളിക്കും. നീ വന്നാലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇവരക്കരെ കടന്നു, എരിഹോ കോട്ടയാണ്. അവിടെയും മെദാദിയെ വിളിച്ചില്ല, ഗശോനെ വിളിച്ചില്ല, പെട്ടകം ചുമക്കുന്ന കഹാത്യനെ വിളിച്ചു. ഈ കോട്ട തകരണമെങ്കിൽ കഴിഞ്ഞ 40 വർഷം കഷ്ടം സഹിച്ച് മറ്റുള്ളവർ അല്ലെങ്കിൽ ആ വണ്ടിപ്പുറത്ത് അവരുടെ ഉപകരണങ്ങൾ വെച്ച് അവര് കൈയും വീശി നടന്നപ്പോൾ സ്വന്തം ചുമലിന്മേൽ പെട്ടകം ചുമന്ന കഹാത്യൻ മുന്നോട്ട് വന്നു. നിന്റെ വില എന്താണെന്ന് തെളിയുന്നൊരു സമയമുണ്ട്. നീ ചുമക്കുന്ന ഭാരം എന്തിനു വേണ്ടിയാണ് എന്ന് തെളിയുന്ന ഒരു സമയമുണ്ട്. ഭാരം ചുമക്കുന്ന പല ദൈവമക്കളുടെ മധ്യത്തിലുണ്ട്. ദീർഘനാളുകളായി ഇതിനൊരു പോംവഴിയില്ലാതെ, നീക്കുപോക്കില്ലാതെ ചുമട് ചുമക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. എന്റെ വിഷയത്തിന് ഈ ഭാരം മാറുന്നില്ല. നിന്റെ വില വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടി ദൈവം നിയമം മാറ്റി? ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്ന് തെളിയിക്കാൻ വടിയെ വിഷമാക്കി കൊടുത്തു. ഇന്ന് നീ ഭവനത്തിൽ നിന്ദിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. അവരുടെ മുമ്പിൽ നിന്റെ വില എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ മണ്ണില്ലാതെ, വെള്ളമില്ലാതെ, സൂര്യപ്രകാശമില്ലാതെ ഒരു വടിയെ വിഷമാക്കിയ ദൈവം നിയമം മാറ്റിക്കൊണ്ട് ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ 2024 ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. 2026 ചില നിയമങ്ങൾ മാറ്റപ്പെടുന്ന വർഷമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ളവ മറ്റേതെങ്കിലും അവസരങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആരുമില്ലാത്തവർക്ക് വേണ്ടി ദൈവം ഏത് നിയമവും മാറ്റും. ഒന്ന്, വാഗ്ദത്തം നിറവേറ്റാൻ ഏത് നിയമവും ദൈവം മാറ്റും. 2, ദൈവം തിരഞ്ഞെടുത്തവൻ ആരെന്ന് തെളിയിക്കാൻ ഏത് നിയമവും ദൈവം മാറ്റും. 3, ആരുമില്ലാത്തവർക്ക് വേണ്ടി ഏത് നിയമവും ദൈവം മാറ്റും. ബെതസ്ദാ കുളക്കരയിൽ കടന്ന രോഗിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരിൽ ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങും. 38 വർഷമായി ഇവൻ അവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമാണ്. അപ്പോൾ കുറഞ്ഞത് കഴിഞ്ഞ 38 വർഷമായി
ബെതസ്തായിൽ സൗഖ്യം വേണമോ? 2-3 നിയമങ്ങളുണ്ട്. ഒന്ന്, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ഫിക്സഡ് ടൈമാണോ എനിക്കറിയത്തില്ല. അതോ ദൂതൻ ഏതെങ്കിലും സമയത്ത് വന്ന് കുളം കലക്കുവാണോ അതും അറിയത്തില്ല. അതത് സമയം ദൂതൻ വെള്ളത്തിൽ ഇറങ്ങി കുളം കലക്കു തന്നിരുന്നു എങ്കിൽ ഞാനും ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് വീട്ടിൽ പോയേ. ഇവൻ പരിശ്രമിക്കാതിരിക്കുകയല്ല, ഞാൻ തനിയെ ചെല്ലുമ്പോൾ ഇവൻ ചെല്ലുന്നുണ്ട്. 38 വർഷമായി ഈ പാവപ്പെട്ടവൻ പരിശ്രമിക്കുന്നു. ഇവനാൽ കഴിയുന്ന പരിശ്രമം ചെയ്യുക. എനിക്കാരുമില്ല. ഇവിടെ വേണമെങ്കിൽ യേശുവിന് ഒരു കാര്യം ചെയ്യാം. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ വെള്ളത്തിലാക്കാം. യേശു വിളിക്കുമ്പോൾ ദൂതൻ വന്നാൽ കളിക്കാൻ മതിയല്ലോ. അപ്പം ദൂതൻ കുളം കലക്കി, യേശു ഇവനെ പിടിച്ച് വെള്ളത്തിലിറക്കാം. നിയമം മാറ്റണ്ട, അതൊക്കെ സൗഖ്യമാക്കി വിടാം. പക്ഷെ ഇവന് വേണ്ടി ദൈവം നിയമം മാറ്റി. കുളം കലക്കിയില്ല, ഇവനെ വെള്ളത്തിൽ ഇറക്കിയില്ല, കിടക്കിയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. കഴിഞ്ഞ 38 വർഷമായി നടന്നുകൊണ്ടിരുന്ന, അതിലധികം വർഷമായി നടന്നുകൊണ്ടിരുന്ന ഒരു നിയമം ആരുമില്ലാത്തവന് വേണ്ടി ദൈവം മാറ്റിയെങ്കിൽ ഈ പട്ടണത്തിൽ എൻ്റെ കർത്താവ് നീ അല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന് നിയമം മാറ്റാൻ കഴിയും. നിന്റെ കുഞ്ഞിന് വേണ്ടി ദൈവത്തിന് നിയമം മാറ്റാൻ കഴിയും. നിന്റെ കുഞ്ഞിന്റെ അഡ്മിഷന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ വിസയ്ക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ഏത് നിയമവും ദൈവത്തിന് മാറ്റാൻ കഴിയും. 2026 നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ദൈവസഭ കാണുന്ന വർഷമാണ്. പാളയ സഭ കാണുന്ന വർഷമാണ് 2026. ഇതല്ല ഞാൻ പ്രസംഗിക്കാൻ ഒരുങ്ങി വന്നത്, മറ്റൊരു വിഷയമാണ് ഞാൻ പ്രസംഗിക്കാൻ വന്നത്. പക്ഷെ ഈ വിഷയം ഞാനിവിടെ പ്രസംഗിച്ചു. നിയമം മാറ്റി പ്രവർത്തിക്കുന്ന ദൈവം. നിയമം എന്ത് തന്നെയുമാകട്ടെ, വൈദ്യശാസ്ത്രം എന്തും വിധി എഴുതട്ടെ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ എന്തും വിധി എഴുതട്ടെ, ആ നിയമത്തിന് അതീതമായി, വൈദ്യശാസ്ത്രത്തിന്റെ വിധി എഴുത്തിന് അതീതമായി, ലോകത്തിന്റെ നിയമത്തിന് അതീതമായി നിന്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, ആ പ്രസ്ഥാനത്തിൽ തന്നെ നിന്റെ കുഞ്ഞിന് വേണ്ടി വഴി തുറന്നു തരാൻ നിയമത്തിന് അതീതമായി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചിരിക്കും. നിയമം സ്ഥാപിച്ച ദൈവത്തിന് നിയമം മാറ്റുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നമ്മളെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഉള്ള ഈ മേശ 7 വിധത്തിൽ ഉള്ള മേശയാണ്. 7 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. 1, ഇത് കർത്താവിൻ്റെ മേശയാണ്, ലോർഡ്സ് ടേബിൾ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിൽ, കർത്താവിന്റെ മേശ, ഭൂതങ്ങളുടെ മേശ, കർത്താവിന്റെ മേശ, ലോർഡ്സ് ടേബിൾ. ഇതിന് കർത്താവിന്റെ മേശ എന്ന് പേര് വരാൻ കാരണം ഈ മേശയുടെ സ്ഥാപകൻ കർത്താവാണ്. ഈ മേശ സ്ഥാപിച്ചത് കർത്താവാണ്. ഇതിന് കർത്താവിന്റെ മേശ എന്ന് പേര് വരാൻ കാരണം ഈ മേശ എങ്ങനെ ചെയ്യണമെന്ന് ചെയ്ത് കാണിച്ചു തന്നത് കർത്താവാണ്. അതുകൊണ്ട് ഈ മേശ കർത്താവിൻ്റെ മേശ. 2, ഈ മേശ കൂട്ടായ്മയുടെ മേശയാണ്. ടേബിൾ ഓഫ് ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ മേശയാണ്. 10-ാം അധ്യായം 16-ാം വാക്യം. 10-ാം അധ്യായം
16 വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ മേശയാണ്. അപ്പോൾ ഈ മേശയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇത് നമ്മൾ കർത്താവും തമ്മിൽ ആചരിക്കുന്ന കൂട്ടായ്മയുടെ മേശയാണ്. 3, ഈ മേശ ടേബിൾ ഓഫ് യൂണിറ്റി, വിശ്വാസികൾ തമ്മിലുള്ളതായ ഐക്യതയുടെ മേശയാണ്. 17 വാക്യം, അടുത്ത വാക്യം 17 വാക്യം. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ. ടേബിൾ ഓഫ് യൂണിറ്റി, നമ്മൾ ഒന്ന് എന്ന് വെളിപ്പെടുത്തുന്ന മേശയാണ്. വ്യത്യസ്ത കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ടു. ഈ മേശയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ മേശ. 4, ഈ മേശ ടേബിൾ ഓഫ് റിമംബറൻസ്, ഇത് ഓർമ്മയുടെ മേശയാണ്. 11 അധ്യായം 24 വാക്യം. 11 അധ്യായം 24 വാക്യം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ഈ മേശ കർത്താവിനെ ഓർക്കുന്നതായ, സ്മരിക്കുന്നതായ മേശയാണ്. സ്വർഗത്തിലെ കോതമണിയായ കർത്താവ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു. ഗെത്സമന തുടങ്ങി ഗോൽഗോത്ത വരെ പൊടിഞ്ഞ നേരിയ മാവായി, കാൽവരി കൊലമരത്തിൽ പിതാവായ ദൈവത്തിന്റെ ഉഗ്രകോപാഗ്നിയിൽ വെന്ത് പാകമായ ജീവന്റെ അപ്പമായി, അത് ഓർക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന മേശയാണ് ഈ മേശ. 5, ഈ മേശ ടേബിൾ ഓഫ് ഹോപ്പ്, പ്രത്യാശ നൽകുന്ന മേശയാണ്. 26 വാക്യം, 11 അധ്യായം 26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് ഈ മേശ. ഓരോ മേശയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയാൽ നമ്മുടെ ഉള്ളം ആളി കത്തിക്കൊണ്ടിരിക്കണം. ടേബിൾ ഓഫ് ഹോപ്പ്. 6, ഈ മേശ ടേബിൾ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ മേശയാണ്. 27, 28 വാക്യങ്ങൾ. 27, 28 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം. ഇത് വിശുദ്ധിയുടെ മേശയാണ്. കഴിഞ്ഞ 3 ദിവസം ദൈവസഭ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ മേശയുടെ തൊട്ടുമുമ്പിലായിരിക്കുമ്പോൾ ഏറിയ വിശുദ്ധിയോടുകൂടി ഈ മേശയിലേക്ക് കൈനീട്ടുവാൻ നമുക്കിടയായി തീരണം. ഇത് വിശുദ്ധിയുടെ മേശയാണ്. 7ാമത് ഒടുവിലായി ഈ മേശ ടേബിൾ ഓഫ് ജഡ്ജ്മെന്റ്, ശിക്ഷാവിധിയുടെ മേശയാണ്. 29 വാക്യം, 11 അധ്യായം 29. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇത് ശിക്ഷാവിധിയുടെ മേശയാണ്. ഈ മേശയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനെ ഓർക്കുവാൻ വേണ്ടിയുള്ള മേശയാണ്. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയർത്താം. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ അഖിലാണ്ടത്തിൻ്റെ ഒടിയവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. അവൻ്റെ മുഖത്ത് കാക്കിച്ചു തുപ്പിയിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് അടിച്ചു എന്ന് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ, മീഖാ പ്രവചനത്തിൽ അവരുടെ അധിപതിയെ കോലുകൊണ്ട് അവൻ്റെ മുഖത്തടിച്ചു എന്ന് എഴുതിയേക്കുന്നു. മുഖം മുഴുവൻ തുപ്പലാണ്, കൈകൊണ്ട് അടിക്കത്തില്ല. ആ തുപ്പൽ കൊണ്ട് നിറഞ്ഞ യേശുവിൻ്റെ മുഖത്ത് കൈകൊണ്ടല്ല അടിച്ചത്, കോലുകൊണ്ടടിച്ചു. എത്രയോ ഭയാനകം. അവൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിപ്പോയി, അവൻ്റെ നാവണ്ണാക്കോട് പറ്റിപ്പോയി. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ആരും ഉണ്ടായിരുന്നില്ല.
ആശ്വസിപ്പിക്കുന്നതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. ബുഭിക്ഷതയോടെ അലതുന്ന സിംഹം പോലെ എല്ലാവരും വാവൊളിച്ച് നിൽക്കുന്നു. നായ്ക്കട കൂട്ടവുമുണ്ട്. മനുഷ്യരെല്ലാം തന്നെ തള്ളിയെന്ന് കണ്ടപ്പോൾ തള്ളാത്ത പിതാവെങ്കിലേക്ക് മുഖമുയർത്തി. കണ്ട കാഴ്ച അതിലും ഭയാനകം. പിതാവ് പുത്രനെ ക്രൂശിൽ കൈവിട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും കൂടി എന്നെ കൈവിട്ടുവോ? മനുഷ്യരാൽ കൈവിടപ്പെട്ട പിതാവിനാൽ കൈവിടപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടക്കുന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെ അവൻ്റെ മാർവോട് അണയ്ക്കുവാൻ, നമ്മൾ അനാഥരായി തീരാതിരിക്കാൻ. ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവ് എന്നെ കഴുകണമേ എന്ന് ഒരു വട്ടം കൂടെ പ്രാർത്ഥിക്കാം. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തെ അപ്പവീഞ്ഞുകൾ വിതരണം ചെയ്യുവാൻ ചുമലപ്പെടുത്തിയിട്ടുള്ള സഹോദരന്മാർ ദയവായി മുമ്പോട്ട് കടന്നു വരുവാൻ ഓർപ്പിക്കും. കർത്താവ് ഈ അപ്പത്തെ വാഴ്ത്തി തരുവാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അപ്പത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്വർഗത്തിലെ കോതമ്പ് മണിയായി അങ്ങി താണലോകത്തിലേക്ക് കടന്നു വന്ന ഞങ്ങൾക്ക് വേണ്ടി പൊടിഞ്ഞ നേരിയ മാവായി വെന്ത് പാകമായി ജീവന്റെ അപ്പമായി പരിണമിച്ചല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ മുതുക ഉഴച്ചാലുകളെ പോലെ നീളത്തിൽ കീറി, അവിടുത്തെ കുടലിന്റെ നടുവേ ഉരുകിപ്പോയി. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും ഞങ്ങൾ ഓർക്കുന്നു. ആണിപ്പടുതേറ്റ കഥ നീട്ടി അപ്പത്തെ വാഴ്ത്തി ഞങ്ങൾക്ക് തരണമേ. ഇത് ഭക്ഷിച്ച് ജീവനും ചൈതന്യവുമാകുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുപിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരമാകുന്നു. നാം നുറുക്കുന്ന അപ്പം യേശുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലതായ നാം ഒരു ശരീരത്തിന്റെ അംശികളാകുന്നു.
തിരുജട നാരർക്കു വേണ്ടി നുറുക്കി ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും. കർത്താവ് അപ്പത്തെ വാഴ്ത്തി തന്നോട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പത്തെ വാഴ്ത്തി തന്ന കർത്താവ് ഈ പാനപാത്രത്തെ വാഴ്ത്തി തരുവാൻ സ്തോത്രം ചെയ്യാം. കർത്താവ് ഈ പാനപാത്രത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ച ബൊസ്രയിൽ നിന്ന് കരുതി വരുന്നോതിവനാൽ നീതിയെ അരളി ചെയ്തവനും രക്ഷിപ്പാൻ വല്ലവനുമായി ഞാൻ തന്നെ അളിച്ചത് കർത്താവ് ഈ പാനപാത്രത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. അവിടുത്തെ കൈകളും കാലുകളും പാണികൾ കേൾപ്പിച്ചു. ശിരസിൽ മുൾക്കിതിടം ചൂടി വിലാപദം കുത്തിപ്പളന്ന് അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്ന കർത്താവ് ആ രക്തം കൊണ്ട് ഞങ്ങളെ ഉരോട്ടും കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ആണിപ്പടുതേറ്റ കഥ നീട്ടി പാനപാത്രത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. ഇത് പാനം ചെയ്ത് ജീവനും ചൈതന്യമാകുവാൻ ഇടയാക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി കുടിപ്പീൻ, പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? യേശു പരാ ജീവനെനിക്കായി വെടിഞ്ഞു. ദേവേശ യേശു പരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന ഭൂവനത്തിൽ അധികഭാരം വഹിച്ചതിനാ ഗതസമന ഭൂവനത്തിൽ അധികഭാരം വഹിച്ചതിനാ അരമനയിൽ വന്നവാദി വിധിക്കപ്പെട്ടു. അരമനയിൽ വന്നവാദി വിധിക്കപ്പെട്ടു. കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. വിലമതിച്ചു കുരിശേൽപ്പിച്ചു. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ള മുടിയും വച്ചു. പലർ പലർ പാടുകൾ ചെയ്തു നിന്നെ. പലർ പലർ പാടുകൾ ചെയ്തു നിന്നെ. ദേവേശ
കർത്താവ് ഈ പാനപാത്രത്തെ വാഴ്ത്തി തന്നോട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിപ്പുണ്ട്. ഇത് വെളിപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് വരുവോളം അവൻ്റെ മരണം സൂക്ഷിയാണ്. കർത്താവ് ഒരു നമ്മളെ ചേർക്കും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടയ്ക്കും. ഈ മേശ വെളിപ്പെടുത്തുന്നു ഇതുപോലൊരു പന്തിഭോജനം നിത്യതയിലുണ്ട്. അന്ത്യ അത്താഴം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പുതുതായി കുടിക്കുന്ന ആൾ വരെ മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കത്തില്ല. ചുരുക്കം ചിലതായി നാം ഇതിൽ നിന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു. എണ്ണിക്കൂടാത്ത വെള്ളവസ്ത്രധാരികൾ ഒന്നിച്ചു കൂടുന്ന ബഹുവിലയുടെ ബഹൽ സദസ്സിൽ ഇതുപോലൊരു പന്തിഭോജനം നടക്കും. ഈ മേശ വെളിപ്പെടുത്തുന്നു ഇതിൻ്റെ അവകാശികൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്, ഈ ദേശത്തുണ്ട്. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇനി ഇതുപോലൊരു മേശ ഇവിടെ ഒരുങ്ങപ്പെടുന്നു എങ്കിൽ ഇതിൻ്റെ അവകാശികളെ ആലയത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. അന്ത്യ അത്താഴം കഴിഞ്ഞപ്പോൾ അവർ സ്തോത്രം ചൊല്ലിയ ശേഷം ഒലിമലയ്ക്ക് പോയി എന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചൊല്ലുവീനെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലും വായിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ സ്തോത്രഗാനം പാടുമ്പോൾ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം ചെയ്ത് ദൈവമക്കളുടെ സ്നേഹവും കൂട്ടായ്മയും പ്രകടിപ്പിക്കുക. ഹല്ലേലൂയ. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വേറുത്തിടുക, വേഗം ക്ഷമിച്ചിടുക, വാന് പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വേറുത്തിടുക, വേഗം ക്ഷമിച്ചിടുവാൻ വാന് പറന്നു പോകാം. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെന്നും മുഴങ്ങിടുന്നു. യേശുദായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. യേശുദായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതനയിപ്പാൻ സഭയുണരുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ,
ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാലിരാജൻ വരുന്നു ദേശമെങ്ങും മുഴങ്ങിടുന്നു ശാലിരാജൻ വരുന്നു ദേശമെങ്ങും മുഴങ്ങിടുന്നു സോദരാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്തുതിപിതാവേ, ഞങ്ങളുടെ ഓമനപുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പാനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം വിശുദ്ധ സഭായവുമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി നന്ദി. പാട്ടുകൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെട്ടല്ലോ, അതോർത്ത് നന്ദി കരേറ്റുന്നു. കർത്താവേ, മണ്ണില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും സൂര്യപ്രകാശമില്ലെങ്കിലും ഒരു വടിയെ വിഷമാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഒത്തിരി നന്ദി കരേറ്റുന്നേ കർത്താവേ. എല്ലാറ്റിനുമായിട്ട് നന്ദി. സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ രോഗികളെ ഒരുവട്ടം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടുന്ന സൗഖ്യം വിടുതലും കർത്താവ് കൊടുക്കണമേ. പ്രിയ ചാൾസ് മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 19-ാം തീയതി നടക്കുന്ന ഉപവാസ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. എല്ലാവരുടെയും യാത്രകളിൽ താങ്ങണമേ. വിശേഷാൽ പ്രിയ തങ്കജൻപതിനായി സ്തോത്രം. ശാരീരികമായ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. വിവാഹ ദിവസങ്ങളാണ് കർത്താവെ, ഓർക്കണമേ. അധ്വാനിക്കേണ്ട ദിവസങ്ങളാണ്. കരുണ കാണിച്ച പൂർണ്ണ വിടുതലും സൗഖ്യവും കർത്താവെ അവിടുന്ന് കൊടുത്ത് വിവാഹത്തിന് യാതൊരു പോരായ്മകളും അപാകതകളും ഉണ്ടാകാതെ വണ്ണം കർത്താവ് കാക്കണമേ. തുടർന്ന് സഭയിൽ വിവാഹം നടക്കേണ്ട അനേകം കുഞ്ഞുങ്ങളുണ്ട്, അവർക്കായി കരുതണമേ. 2026 കെട്ടുമണിയുടെ വർഷമാക്കാൻ പോകുന്നതോട് നന്ദി. നിയമത്തിന് അതീതമായി നിയമം മാറ്റി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം കർത്താവെ സഭയിൽ ചലിപ്പിക്കാൻ പോകുന്നതോട് ഒത്തിരി നന്ദി. ഞങ്ങളിലെ പ്രായമുള്ള മാതാപിതാക്കളെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് കാക്കണമേ. നാളെ തൊട്ട് നടക്കാൻ പോകുന്ന ജനറൽ കൺവെൻഷൻ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ പറഞ്ഞിരിക്കണമേ. എല്ലാ മാനവും മഹത്വം കുഴിച്ച് ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. പുണ്യപിതാവേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാതെ യഹോവയേ മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നമ്മോട് നാമോത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വധുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പൽക്കാലം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ മധ്യേ കടന്നു വന്ന് അനുഗ്രഹിത ശുശ്രൂഷ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദിയായി ഒന്നും പറയുന്നില്ല. സന്തോഷം. ഹല്ലേലൂയ.